അതെ, ഇന്ന് നമുക്കൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ, 4 മണി പലഹാരമായിട്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരട്ടി വെച്ചിരുന്ന ചക്കയാണ്, ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പം അത് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ സെയിം അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടാൽ നമുക്ക് നല്ല മയത്തിൽ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആക്കി വെക്കുന്നത്. അതിനകത്തോട്ട് ഉപ്പ് ഒഴിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളിതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഇലയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 മാസമായിട്ടുണ്ട് കേട്ടോ വാഴയില ഇരിക്കാൻ തുടങ്ങിയിട്ട്, കേടാവാതിരിപ്പുണ്ട്. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് നമ്മൾ ഇലയിൽ പരത്തി കൊടുക്കുക, നല്ല അടിപൊളിയായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. സൂപ്പർ സാധനം. അതിനുശേഷം ആ ചക്ക ഞാൻ ഇതുപോലെ പകുതിയാണ് ചക്ക വെക്കുന്നത്, എന്നിട്ട് പിന്നെ അങ്ങോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ചക്ക വെച്ച് ഇളക്കുന്ന കാണാം കേട്ടോ, ചക്കയിട്ട് ഫുള്ള് കുഴച്ചിട്ട് അതങ്ങ് പരത്തും, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ കഴിക്കാനാണ് താല്പര്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇത് ഈ പരത്താൻ അറിയാൻ മേലത്തരുണ്ടല്ലോ, സ്വല്പം വെള്ളം നീട്ടി ഒന്ന് കുഴച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുത്താലും മതി, നല്ല ലൈൻ പെർഫെക്റ്റ് ആയിട്ട് വീഴും. ഇങ്ങനെ നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ കൈകൊണ്ട് ഞെക്കി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതിയിലും ട്രൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. അതിനുശേഷം ആവി കയറ്റി നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതും ഇതുപോലെ ചൂടോടെ നമ്മളിതിങ്ങനെ തുറക്കരുത് കേട്ടോ. ഒന്ന് അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി അട റെഡിയാണ് കേട്ടോ. ചക്കയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇലയിലുണ്ടാക്കുന്ന ആ ഒരു മണം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആരുടെയും കയ്യിൽ ഇതുപോലെ ചക്ക അട ഇങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗോതമ്പൊടി അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട്, ഗോതമ്പൊടി തന്നെയായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പൊടി അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കി ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ കിട്ടാതെ കിട്ടുമ്പം എന്താ പറയുന്നത്, ഭയങ്കര രുചിയാണ്. അത് തിന്നാലും മതിയാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഓർക്കുകയെ, പണ്ടൊക്കെ ചക്ക എന്ന് പറയുമ്പോൾ പുച്ഛ വരുന്നത്, അതുകൊണ്ട് ഇപ്പം ചക്കയ്ക്ക് വേണ്ടി കിടന്ന് ചാവുന്നു. എൻ്റെയൊക്കെ ഒരു അവസ്ഥയെ.